അങ്ങനെ ഒടുവിൽ മോദി ഷാ യുഗത്തിന് അന്ത്യമാവുകയാണ്. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വനിതാ സംവരണ ബില്ലിനെ എതിർത്തതോടുകൂടി ഭരണപക്ഷത്തിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും അതൊരു കനത്ത അടിയായി മാറിയിരിക്കുകയാണ്. 12 വർഷത്തിൽ ഇതാദ്യമായാണ് പ്രതിപക്ഷത്തിന് മുൻപിൽ ഭരണപക്ഷം ലോക്സഭയിലെ ഒരു ബില്ലിൽ പരാജയപ്പെടുന്നത്. ലോക്സഭയിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട നിർണായക ഭേദഗതികൾ പരാജയപ്പെട്ടത് കേന്ദ്ര സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി അപ്രസക്തമാക്കാനും ഭരണം നിലനിർത്താനുമുള്ള BJP തന്ത്രമാണ് പാളിയത് എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിച്ചത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിന് വലിയ തിരിച്ചടിയായി. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമുയർത്തിയപ്പോൾ തന്നെ ബിൽ പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ബിൽ പിൻവലിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ബിൽ വോട്ടിനിട്ട് തള്ളുന്നത് വൻ പ്രചാരവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാമെന്ന ആലോചനയിലായിരുന്നു ഈ നീക്കം. ഭേദഗതി ബില്ല് വീണു എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. ഭേദഗതി ബില്ല് വീണിരിക്കുന്നു. ഭരണഘടനയെ തകർക്കാൻ സ്ത്രീകളുടെ പേരിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ തന്ത്രമായിരുന്നു ഇത്. BJP സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഇന്ത്യ കണ്ടു കഴിഞ്ഞു. ആ നീക്കങ്ങളെ ഇന്ത്യ തടഞ്ഞു നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന വാഴ്ത്തപ്പെടട്ടെ, ഭരണഘടന നീണാൾ വാഴട്ടെ എന്നീ വാക്കുകളാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് എഴുതിയത്. വനിതാ സംവരണ നിയമം പരാജയപ്പെട്ടിട്ടില്ല, മറിച്ച് പാർലമെന്റിന്റെ ഘടന മാറ്റാനുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കമാണ് പരാജയപ്പെട്ടത്. നിലവിലുള്ള നിയമപ്രകാരം മുന്നോട്ടു പോകാൻ സർക്കാർ നിർബന്ധിതരായി. മോദി സർക്കാരിന് ഇതുവരെ ഏറ്റതിൽ വെച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. എന്തായാലും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമേറ്റ ഒരു കനത്ത അടിയായി ഇതിനെ വിലയിരുത്തുകയാണ്. 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് ലോക്സഭയിൽ ഒരു ബില്ല് വോട്ടിനിട്ട് പരാജയപ്പെടുന്നത്. അത് ഭരണപക്ഷത്തിന് കനത്ത അടി തന്നെയാണ്, പ്രതിപക്ഷത്തിന് അഭിമാനിക്കാവുന്ന നേട്ടവുമാണ്.